ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. 90ാമത്തെ ദശകം നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് 91ാമത്തെ ദശകം ആരംഭിക്കാം. ദശകം 91 ഭക്തി മഹത്വം. ശ്ലോകം 1. ശ്രീകൃഷ്ണ ത്വത്പദോപസനമഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേ മർത്യസ്യാർത്ഥസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ യത്താവത്ത്വത്പ്രണീതാനിഹ ഭജനവിധീനാസ്ഥിതോ മോഹമാർഗേ താവന്നപ്യാവൃതാക്ഷ സ്ഖലതി ന കുഹചിത് ദേവദേവാഖിലാത്മൻ. വാക്കുകളുടെ അർത്ഥം: ശ്രീകൃഷ്ണ, അല്ലയോ കൃഷ്ണ, ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേ, ഇല്ലാത്തവയിൽ ബന്ധിച്ച ദൃഷ്ടിയോടു കൂടിയവനും ആർത്തസ്യ ദുഃഖിതനുമായ മർത്യസ്യ മനുഷ്യൻ്റെ ത്വത്പദോപാസനം അങ്ങയുടെ പാദസേവ അഭയതമം ഏറ്റവും രക്ഷ കൊടുക്കുന്നതാണെന്ന് മന്യേ ഞാൻ വിചാരിക്കുന്നു. ഏന യാതൊരു സേവ കൊണ്ട് ഭയം സംസാരഭയം സർവാത്മന ഏവ പരിപൂർണമായി വ്യപസരതി വിട്ടുമാറുന്നു എന്നത് യത് യാതൊന്ന് ഇഹ ഇവിടെ അഖിലാത്മൻ ചരാചരങ്ങൾക്കെല്ലാം ആത്മാവായും ദേവദേവ ദേവന്മാരുടെ ദേവനായും ഇരിക്കുന്ന ഭഗവാൻ ത്വത്പ്രണീതാൻ അങ്ങ് നിർദ്ദേശിച്ചിരിക്കുന്ന ഭജനവിധികളെ താവത് ആകട്ടെ ആസ്ഥിത സ്ഥിതി ചെയ്യുന്നവർ മോഹമാർഗേ അജ്ഞാനമാർഗത്തിലൂടെ ആവൃതാക്ഷ കണ്ണടച്ചുകൊണ്ട് താവൻ അപി ഓടുന്നെങ്കിലും കുഹചിത് ഒരിടത്ത് ന സ്ഖലതി തെറ്റിപ്പോകുന്നില്ല. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ശ്രീകൃഷ്ണ, അവിടെ ആശ്ചര്യചിഹ്നം. ത്വത് പദോപാസനം അഭയതമം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ബദ്ധ, ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. മിഥ്യാർത്ഥ, ഥ്യ എന്നുള്ള അക്ഷരം അതേപോലെ ഥ എന്നും നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ദൃഷ്ടേർ മർത്യസ്യാർത്ഥസ്യ മന്യേ വ്യപസരതി ഭയം, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഏന സർവാത്മനൈവ യത് താവത് ത്വത് പ്രണീതാൻ ഇഹ ഭജന, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വിധീൻ, ധീ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ആസ്ഥിതോ, സ്ഥി എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയണം. മോഹമാർഗേ ധാവൻ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അപ്യാവൃതാക്ഷ, അവിടെ വിസർഗം, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സ്ഖലതി, ഖ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ന കുഹചിത് ദേവദേവാഖിലാത്മൻ, ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ശ്രീകൃഷ്ണ ത്വത്പദോപസനമഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേ മർത്യസ്യാർത്ഥസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ യത്താവത്ത്വത്പ്രണീതാനിഹ ഭജനവിധീനാസ്ഥിതോ മോഹമാർഗേ ധാവന്നപ്യാവൃതാക്ഷ സ്ഖലതി ന കുഹചിത് ദേവദേവാഖിലാത്മൻ. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബലപ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസാവർപ്പയാമി ജാത്യാപീഹ സ്വപാകസ്ത്വയി നിഹിതമനഃ കർമ്മവാഗീന്ദ്രിയാർത്ഥപ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാസ്ത്വത്പദാത് വിപ്രവർയ. വാക്കുകളുടെ അർത്ഥം: ഭൂമൻ പരമാത്മസ്വരൂപ
ത്വദ്ബല പ്രേരിതാത്മ അങ്ങയുടെ ശക്തിയാൽ പ്രേരിതമായ മനസ്സോടു കൂടിയവനായി ഇഹ ഇവിടെ കായേന ശരീരം കൊണ്ടും വാച വാക്കുകൊണ്ടും മനസ്സ അപി മനസ്സുകൊണ്ടും മുഹു പിന്നെയും പിന്നെയും യത് യത് ഏതേതു കാര്യം കുറുവേ ഞാൻ ചെയ്യുന്നുവോ തത് അവ സമസ്തം എല്ലാം പരതരേ പരബ്രഹ്മമായിരിക്കുന്ന ത്വയി അങ്ങയിൽ അസൗ ഇവൻ അർപ്പയാമി അർപ്പിക്കുന്നു ഇഹ ഈ ലോകത്തിൽ ജാത്യ ജാതി കൊണ്ട് സ്വപാക അപി പറയനും ത്വയി അങ്ങിൽ നിഹിതമന കർമ്മവാഗിന്ദ്രിയാർത്ഥപ്രാണ വയ്ക്കപ്പെട്ട മനസ്സും കർമ്മവും വാക്കും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും പ്രാണനും ഉള്ളവനായി വിശ്വം ലോകത്തെ പുനീതെ പാവനമാക്കി തീർക്കുന്നു ത്വത്പദാത് അങ്ങയുടെ പാദഭജനത്തിൽ നിന്ന് വിമുഖ മനസ്സോടുകൂടിയ വിപ്രവര്യ തു ബ്രാഹ്മണ ശ്രേഷ്ഠനാകട്ടെ ന അങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഭൂമൻ ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കായേന വാച മുഹുർ അപി മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യത് യത് യദ്യത് കുറുവേ സമസ്തം തദിഹ പരതരേ ത്വയി അസൗ അർപ്പയാമി ചേർത്ത് ചൊല്ലുമ്പോൾ ത്വയ്യസാവർപ്പയാമി ജാത്യാപീഹ ജാതി അപി ഇഹ ചേർത്തിട്ടാണ് ജാത്യാപീഹ സ്വപാകസ്ത്വയി നിഹിതമന അവിടെ വിസർഗം കർമ്മവാഗിന്ദ്രിയാർത്ഥപ്രാണോ ഋഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വിശ്വം പുനീതേ ന തു വിമുഖമനാസ്ത്വത് പദാത് വിപ്രവര്യ അവിടെ ലാസ്റ്റിൽ വിസർഗം ദ്വി എന്നുള്ളത് നമ്മൾക്ക് പദാത് വിപ്രവര്യ അങ്ങനെ ചൊല്ലാം. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസാവർപ്പയാമി ജാത്യാപീഹ സ്വപാകസ്ത്വയി നിഹിതമനഃ കർമ്മവാഗിന്ദ്രിയാർത്ഥപ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാസ്ത്വത്പദാദ്വിപ്രവര്യ. ശ്ലോകം 3. ഭീതിർനാമ ദ്വിതീയാത് ഭവതി നനു മനഃ കൽപ്പിതം ച ദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം മായാവിദ്ധേതു തസ്മിൻ പുനരപി ന തഥാ ഭാതി മായാധിനാഥം തത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജന്നീശ ഭീതിം വിജഹ്യാം. ഭീതിർനാമ ഭയമെന്നു പറയുന്നത് ദ്വിതീയാത് രണ്ടാമതൊരു വസ്തുവിൽ നിന്ന് ഭവതി ഉണ്ടാകുന്നു. ദ്വിതീയം ച ആ രണ്ടാമത്തേതാകട്ടെ മനകൽപ്പിതം മനോനിർമ്മിതമാണ്. തേന അതുകൊണ്ട് ഇഹ ഈ ലോകത്തിൽ ഐക്യാഭ്യാസശീലം ഒന്നെന്ന വിചാരം പരിശീലിക്കുന്നവനായി ഹൃദയം മനസ്സിനെ യഥാശക്തി കഴിവിനനുസരിച്ചു ബുദ്ധ്യ അറിഞ്ഞിട്ട് നിരുദ്ധ്യാം നിരോധിക്കുന്നു. തസ്മിൻ തു അതുതന്നെ മായാവിദ്ധേ മായ ബന്ധമാകുമ്പോൾ പുനരപി വീണ്ടും തഥാ ന ഭാതി അതുപോലെ പ്രകാശിക്കുന്നില്ല. തത് അത് ഹേതുവായി ഈശ ഈശ്വരൻ മായാധിനാഥം മായയ്ക്ക് നാഥനായിരിക്കുന്ന ത്വാം അങ്ങയെ മഹത്യ വലുതായ ഭക്ത്യ ഭക്തിയോടുകൂടി സതതം സദാ അനുഭജൻ സേവിച്ചുകൊണ്ട് ഭീതിം പ്രാപഞ്ചിക ജീവിത ഭയത്തെ വിജഹ്യാം ഞാൻ ഉപേക്ഷിക്കും. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഭീതിർ നാമ ചേർത്തിട്ട് ഭീതിർ നാമ ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദ്വിതീയാത്
ഭവതി ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. നനു മനഃ അവിടെ വിസർഗം. കൽപ്പിതം ച ദ്വിതീയം തേന ഐക്യ അഭ്യാസശീലോ ചേർത്ത് ചൊല്ലുമ്പോൾ തേനൈക്യാഭ്യാസശീലോ ഹൃദയം ഇഹ ഹൃദയമീഹ യഥാശക്തി ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ബുദ്ധിയ ധ്യ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. നിരുന്ധ്യാം ധ്യാം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. മായാവിദ്ധേ ഥേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തു തസ്മിൻ പുനർ അഭി പുനരഭി ന തഥാ ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഭാതി ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. മായാധി നാഥം ധി എന്നുള്ളതും നാഥം എന്നുള്ളതിൻ്റെ ഥം എന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തത്വാം ഭക്തിയ ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. മഹത്യ സതതം അനുഭജൻ ഈശ ചേർത്ത് ചൊല്ലുമ്പോൾ സതതമനുഭജന്നീശ അവിടെ നിന്ന് നിർത്താം. ഭീതിം ഭീ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. വിജഹ്യാം ഭീതിർനാമ ദ്വിതീയാത് ഭവതി നനു മനഃ കൽപ്പിതം ച ദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം മായാവിദ്ധേതു തസ്മിൻ പുനരഭി ന തഥാ ഭാതി മായാധിനാഥം തത്വാം ഭക്ത്യാ മഹത്യ സതതമനുഭജന്നീശ ഭീതിം വിജഹ്യാം. നാലാമത്തെ ശ്ലോകം. ഭക്തേരുത്പത്തിവൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാം ആസാദ്യേ പുണ്യഭാജാം ശ്രിയൈവ ജഗതി ശ്രീമതാം സംഗമേന തത്സംഗോ ദേവ ഭൂയാൻ മമ ഖലു സതതം തന്മുഖാദുന്മിഷദ്ഭിസ്തുന്മാഹാത്മ്യപ്രകാരൈർഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂതപാപാ. ദേവ ഭഗവൻ ജഗതി ലോകത്തിൽ ഭക്തേ ഭക്തിയുടെ ഉത്പത്തിവൃദ്ധി ഉത്പത്തിയും വളർച്ചയും തവ അങ്ങയുടെ ചരണജുഷാം പാദത്തെ ഭജിക്കുന്നവരുടെ സംഗമേന ഏവ ബന്ധം കൊണ്ടു തന്നെ പുണ്യഭാജാം പുണ്യം ചെയ്യുന്നവർക്ക് പുംസാം ജനങ്ങൾക്ക് ശ്രീമതാം ശ്രീയുള്ളവരുടെ സംഗമേന ബന്ധത്താൽ ശ്രീയ ഇവ ശ്രീയുടെ വരവും വളർച്ചയും ഉണ്ടാകുന്നതുപോലെ ആസാദ്യേ ഞാൻ നേടുന്നു മമ ഖലു എനിക്കാകട്ടെ സതതം എല്ലായ്പ്പോഴും തത്സംഗ ആ സജ്ജനബന്ധം തന്മുഖാത് അവരുടെ മുഖത്തു നിന്ന് ഉന്മിഷദ്ഭി പുറപ്പെടുന്ന ത്വന്മാഹാത്മ്യപ്രകാരൈ അവിടുത്തെ മാഹാത്മ്യങ്ങളായ ശ്രവണം കീർത്തനം എന്നിവയാൽ ഭവതി ഉണ്ടാകുന്നു. സുദൃഢ ഏറ്റവും ഉറച്ചതും ഉദ്ധൂത പാപ പാപങ്ങളെയകറ്റുന്നതും ഭക്തി ച ഭക്തിയും ഭൂയാത് ഭവിക്കട്ടെ. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഭക്തേർ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഉത്പത്തി വൃദ്ധി ധി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തവ ചരണ ജുഷാം സംഗമേനൈവ പുംസാം ആസാദ്യേ പുണ്യഭാജാം ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ശ്രീയ ഇവ ജഗതി ശ്രീമതാം സംഗമേന തത്സംഗോ ദേവ ഭൂയാത് മമ ഖലു സതതം ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തന്മുഖാത് ഖ എന്നുള്ള അക്ഷരം ഇവിടെ ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഉന്മിഷദ്ഭി അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ത്വൻ മാഹാത്മ്യ എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പം ഉന്മിഷദ്ഭിസ്ത്വൻ മാഹാത്മ്യ അങ്ങനെ ചൊല്ലണം. പ്രകാരൈർ ഭവതി ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ച സുദൃഢ ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭക്തിർ ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഉദ്ധൂത ധൂ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പാപ
ഭക്തേരുത്പത്തിവൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാം ആസാദ്യേ പുണ്യഭാജാം ശ്രിയ ഇവ ജഗതി ശ്രീമതാം സംഗമേന തത്സംഗോ ദേവ ഭൂയാൻ മമ ഖലു സതതം തന്മുഖാദുന്മിഷദ്ഭി ത്വന്മാഹാത്മ്യപ്രകാരൈർഭവതി ച സുദൃഢ ഭക്തിരുദ്ധൂതപാപ. അടുത്തത് 5-ാമത്തെ ശ്ലോകം. ശ്രേയോ മാർഗേഷു ഭക്താവധിക ബഹുമതിർജന്മ കർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യഭി തദുഭയതഃ പ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യദ്ധാസഃ കദാചിത് കുഹചിദപിരുദൻ ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദീവ പ്രനൃത്യൻ അയി കുരു കരുണാം ലോകബാഹ്യശ്ചരേയം. അയി അല്ലയോ ദേവ, ശ്രേയ മാർഗേഷു മോക്ഷപ്രാപ്തിക്കുള്ള മാർഗങ്ങളിൽ വെച്ചു, ഭക്തൗ ഭക്തിയിൽ, അധിക ബഹുമതി വളരെ ബഹുമാനമുള്ളവനായിട്ട്, ക്ഷേമാണി ക്ഷേമങ്ങൾ നൽകുന്ന, ജന്മകർമാണി അവതാരലീലകളെ, നാമാനി അപി നാമങ്ങളെയും, ഭൂയ വീണ്ടും വീണ്ടും, ഗായൻ പാടിക്കൊണ്ടും, തദുഭയത അവതാരങ്ങളും നാമങ്ങളും കീർത്തിച്ചുകൊണ്ടും, പ്രദ്രുതം വളരെ വേഗം, പ്രദ്രുതാത്മാ മനസ്സ് ഏറെ ഭ്രമിച്ചു, കഥാചിത് ഒരിക്കലെപ്പോഴെങ്കിലും, ഉദ്യദ്ധാസ ഉറക്കെ ചിരിച്ചുകൊണ്ടും, കുഹചിത് എവിടെയെങ്കിലും, രുദൻ അപി കരഞ്ഞുകൊണ്ടും, ക്വ അപി ചില നേരം, ഗർജൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടും, പ്രഗായൻ ഉറക്കെ പാടിക്കൊണ്ടും, ഉന്മാദി ഇവ ഭ്രാന്തൻ എന്ന പോലെ, പ്രനൃത്യൻ നൃത്തം ചെയ്തുകൊണ്ടും, ലോകബാഹ്യ ജനമധ്യത്തിൽ നിന്ന് വേർപെടുകയും, ചരേയം ഞാൻ സഞ്ചരിക്കും, കരുണാം അങ്ങ് ദയയെ, കുരു ചെയ്താലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ശ്രേയോ മാർഗേഷു ഭക്തൗ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അധിക ബഹുമതിർ, അധിക എന്നുള്ളതിൻ്റെ ധീന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ജന്മ കർമാണി ഭൂയോ, ഭൂ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഗായൻ ക്ഷേമാണി, ക്ഷേ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. നാമാന്യപി തത് ഉഭയത, അവിടെ വിസർഗം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യത് ഹാസ, അവിടെ വിസർഗം. ചേർത്ത് ചൊല്ലുമ്പോൾ ഉദ്യദ്ധാസ അങ്ങനെ വരും. കഥാചിത് കുഹചിത് അപി രുദൻ ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദീവ പ്രനൃത്യൻ അയി കുരു കരുണാം ലോകബാഹ്യശ്ചരേയം. ലോകബാഹ്യ ചരേയം ചേർത്ത് ചൊല്ലുമ്പോൾ ലോകബാഹ്യശ്ചരേയം അങ്ങനെ വരും. ശ്രേയോ മാർഗേഷു ഭക്താവധിക ബഹുമതിർജന്മ കർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയതഃ പ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യദ്ധാസഃ കദാചിത് കുഹചിദപിരുദൻ ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദീവ പ്രനൃത്യൻ അയി കുരു കരുണാം ലോകബാഹ്യശ്ചരേയം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.